നമ്മൾ ഒരു ഐഡോളും കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഒരു കൃഷ്ണ ഐഡോളും കൊണ്ടാണ് വന്നിട്ടുള്ളത്. ആഹാ, ഈ കുട്ടി ഒരുപാട് കൃഷ്ണന്റെ ഐഡോളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ഇതിലെന്തത്ര പ്രത്യേകത എന്നല്ലേ? പ്രത്യേകത നമുക്ക് വഴിയെ കാണാം. ആക്ച്വലി ഇത് നമ്മളെ ശ്രീകൃഷ്ണ ജയന്തിക്ക് മുമ്പോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തിക്കോ പോസ്റ്റ് ചെയ്യാനിരുന്നതാണ്. സാധാരണഗതിയിൽ എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാം, ഞാൻ പ്ലാൻ ചെയ്യുന്ന ആ ഒരു സമയത്ത് എനിക്കിത് പോസ്റ്റ് ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ ഞാനത് പോസ്റ്റ് ചെയ്യാമെന്ന് ഉറപ്പും കൊടുക്കാറില്ല. സാധാരണ എന്തെങ്കിലും തടസ്സം കൊണ്ടത് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇത്തവണത്തെയും നമ്മുടെ ഒരു അപ്ലോഡിങ് നടക്കുന്നത്. അപ്പോൾ ഇത്തവണ നമ്മൾ ഈ ഒരു കൃഷ്ണൻ്റെ ഐഡോള് ചെയ്തിട്ട് ഏകദേശം പെയിൻറ്റിങ്ങിന് മുമ്പ് വരെയുള്ള ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ അതിനുശേഷം നമുക്ക് പിന്നെ പെയിൻറ്റിങ് ഒന്നും ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നാണ് നമ്മളത് അപ്ലോഡ് ചെയ്യുന്നത്, എല്ലാം ചെയ്തതിന് ശേഷം. പിന്നെ നമ്മൾ ഏതൊരു ഐഡോളാവട്ടെ ഡോളാവട്ടെ കുറച്ച് പ്രോസസ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ പ്രോസസ്സ് നമുക്ക് കാണിക്കാനായിട്ട് കുറച്ചും കൂടെ സമയം എടുക്കേണ്ടി വരും. ഒരു മിനിറ്റിലോ 2 മിനിറ്റിലോ ഒന്നും നമുക്ക് ലോങ് വീഡിയോ ട്യൂട്ടോറിയൽ പോലെ ചെയ്ത് എടുക്കാൻ പറ്റില്ല. കാരണം ഓരോരുത്തർ ആവശ്യപ്പെടുന്നത് കൂടുതൽ കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്യാന്നുള്ളത് ബുദ്ധിമുട്ടാണ്. എല്ലാവരും പറയാറുണ്ട് ലെങ്തി വീഡിയോ ആയതുകൊണ്ട് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ പോകാറുണ്ടെന്ന്. പിന്നെ ഈ ഒരു സൗണ്ടല്ലേ കേട്ടോണ്ടിരിക്കുന്നത്, അതും ചില ആൾക്കാർക്ക് അരോചകമാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ഏതായാലും ഇത് കുറച്ച് ലെങ്തി വീഡിയോ ഉണ്ട്, 10 മിനിറ്റിന് കൂടുതലുണ്ട്. ഞാൻ മാക്സിമം 15 മിനിറ്റിൽ താഴെ ആക്കാൻ ശ്രമിക്കാറുണ്ട് പലതും. അത്രയും കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ, കുറേ ഡീറ്റെയിലിംഗ് ഉള്ളതാണെങ്കിൽ മാത്രമേ 20 മിനിറ്റ് കൂടുതലൊക്കെ ആക്കാറുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഴുവൻ കാണുകയാണെങ്കിൽ എനിക്കും അതൊരു ബെനിഫിറ്റ് ആയിരിക്കും. പിന്നെ ഐഡോൾ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും ഇൻസ്പിറേഷൻ ഞാൻ ഉണ്ടാക്കുന്ന ചെറിയ കാര്യങ്ങളിൽ നിന്ന് കുറച്ചെങ്കിലും കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സമയങ്ങളേതേ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ നമുക്ക് മേക്കിങ്ങിലേക്ക് കിടക്കാം. ഈ ഒരു ഐഡോളിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് എൻ്റെ സ്വന്തം പേപ്പർ ക്ലേ ആണ്. പേപ്പർ ക്ലേ എന്ന് പറയുമ്പോൾ സാധാരണ പേപ്പറും അതുപോലെ പശയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു പേപ്പർ മഷേ അല്ല കേട്ടോ. ഈ പേപ്പർ ക്ലേ എന്ന് പറഞ്ഞാലേ കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു ക്ലേ ആണ്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി റെസിപ്പീസ് എല്ലാം ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. ഇനിയാണ് നമ്മുടെ ഈ ഒരു കൃഷ്ണ ഐഡോളിൻ്റെ പ്രത്യേകതകളിലേക്ക് കടക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഇത് കുറച്ച് പ്രത്യേകതയുള്ള ഒരു ഐഡോളാണെന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മേക്കിങ്ങിലുള്ള ഡിഫറൻസാണ്. സാധാരണ ഇതിൽ പേപ്പർ ക്ലേ മറ്റ് ക്ലേകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് ഭയങ്കരമായിട്ടൊരു പശപ്പുള്ള ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ ഷേപ്പ് ഹോൾഡ് ചെയ്ത് നിർത്തില്ല. അത് കുറച്ചിങ്ങനെ അയഞ്ഞ ക്ലേ ആണ്. അപ്പോൾ നമ്മൾ സാധാരണ അതിൽ ലെയറായിട്ടാണ് അത് വെച്ചിട്ടുള്ള വർക്കെല്ലാം ചെയ്ത് തീർക്കുക. അപ്പോൾ അതിന് ഒരു ആർമേച്ചറിൻ്റെ ആവശ്യമോ അല്ലെങ്കിൽ അകത്ത് എന്തെങ്കിലും ഒരു അലുമിനിയം ഫോയിലോ പേപ്പറൊക്കെ വെച്ചിട്ടൊരു ബേസ് ഷേപ്പ് ഉണ്ടായെങ്കിലാണ് കുറച്ചും കൂടെ എളുപ്പം നമുക്ക് ചെയ്യാൻ. അല്ലാതെ ക്ലേ മാത്രം വെച്ചിട്ട് നമ്മൾ ഷേപ്പ് ഉണ്ടാക്കി വെച്ചാൽ ചിലപ്പോൾ ഇതേപോലെയൊക്കെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ നാച്ചുറൽ ക്ലേയും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ക്ലേകളും അതുപോലെ തന്നെ കോൾപോസ്ലിനൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, അതിനൊന്നിൻ്റെ സപ്പോർട്ടും ഉണ്ട്. അതെല്ലാം അതേപോലെ തന്നെ ഹോൾഡ് ചെയ്തിട്ടാണ് ഇരിക്കുക. ഷേപ്പെല്ലാം ഹോൾഡ് ചെയ്തിട്ട് ഒരു രൂപം നമുക്ക് ഉണ്ടാക്കാം, പ്രത്യേകിച്ചും ഹ്യൂമൻ ബോഡി. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെന്താ പേപ്പർ ക്ലേക്ക് എന്താ അതൊന്നും പറ്റൂലേ. അത് മാത്രമല്ല പലരും പരാതി പറയാറുണ്ട് ഈ അലുമിനിയം ഫോയിലൊന്നും അവരുടെ കയ്യിലില്ല അല്ലെങ്കിൽ കമ്പികളില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്നാൽ പിന്നെ മറ്റ് ക്ലേ ഉണ്ടാക്കുന്ന പോലെ മറ്റ് ക്ലേ വെച്ചുണ്ടാക്കുന്നത് പോലെ പേപ്പർ ക്ലേ കൊണ്ടും അതുപോലെ തന്നെ ഒരു കുട്ടി സ്കൾപ്ചർ ചെയ്ത് നോക്കാൻ വിചാരിച്ചിട്ട് ചെയ്ത് തുടങ്ങിയതാണ് ഈ ഒരു ഐഡോൾ. അപ്പോൾ അതാണ് ആദ്യത്തെ പ്രത്യേകത. മേക്കിങ്ങിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇത് സ്കൾപ്ചർ പോലെയാണ് ചെയ്യുന്നത്. ഓരോ പാർട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ട് ഒട്ടിക്കുകയല്ല. ഞാൻ തല മാത്രമാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ട് ഫിക്സ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത്രയും ബോഡി ഉണ്ടാക്കിയിട്ട് അത് ഉണക്കാൻ വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഫേസ് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ശരിക്കും എല്ലാവരും എൻ്റെ അടുത്ത് എപ്പോഴും പരാതി പറയണത് ഫേസ് ഉണ്ടാക്കണ കാണിക്കുന്നില്ല, ഫേസ് എന്താ ഉണ്ടാക്കണ കാണിക്കാത്തത്, ഇനി ഇതുപോലെ മോൾഡ് വെച്ചിട്ട് ഉണ്ടാക്കണതാണോ എന്നൊക്കെ. എന്നാൽ പിന്നെ മോൾഡ് വെച്ച് ഉണ്ടാക്കണ എല്ലാതും ഒരേപോലെ ഇരിക്കില്ലേ. അതൊക്കെ പോട്ടെ, ഏതായാലും ഇത്തവണ നമ്മൾ ഫേസിൻ്റെ സ്കൾപ്റ്റിങ്ങും കൂടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതൊരു കുട്ടി ഫേസാണ്. ചിലരൊക്കെ പറയും ഓരോ ഡീറ്റെയിലും കൊടുക്കുന്നത് കറക്റ്റ് കാണാൻ പറ്റില്ലയെന്ന്.
നമ്മൾ മൊബൈൽ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൾപ്റ്റിംഗ് ഒക്കെ നമ്മൾ കറക്റ്റ് കാണണമെങ്കിൽ കറക്റ്റ് ആംഗിളിലും അതുപോലെ തന്നെ നല്ല ഫോക്കസൊക്കെ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ചെറിയ ഡീറ്റെയിൽസ് വളരെ ക്ലിയർ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് നമ്മളിത് ഷൂട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ചിലപ്പോൾ ഒക്കെ ആംഗിളൊക്കെ മാറിപ്പോവാം. നമ്മൾ രണ്ട് കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഷൂട്ട് ചെയ്യണത് കറക്റ്റായിട്ട് വരുന്നുണ്ടോ, അതുപോലെ തന്നെ ഫേസിൻ്റെ എല്ലാ ഡീറ്റെയിലും കിട്ടുന്നുണ്ടോ എന്നും നോക്കണം. പിന്നെ നമ്മൾ സ്കൾപ്റ്റ് ചെയ്യുമ്പോൾ അത് നന്നാവുന്നുണ്ടോ എന്നും നോക്കണം. അപ്പോൾ ഇത് തന്നെ പല പ്രാവശ്യം പല ആംഗിളിൽ പലതരത്തിൽ വെച്ചെടുത്തിട്ട് ചെയ്യണതാണ്. ഞാൻ ഈ ഒരു ഫേസ് ചെയ്യണ സമയത്ത് തന്നെ 2-3 പ്രാവശ്യം അത് ഫ്ലിപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഷേപ്പ് മാറിയിട്ട് പിന്നെയും ഞാൻ ഒന്നേന്ന് ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പരിമിതികളിൽ കൂടെ കേട്ടോ ചെയ്യണത്. ഇതൊക്കെ മറികടക്കാൻ നോക്കാം. സപ്പോർട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യുന്നുമില്ല. അപ്പോൾ ഉള്ള ഒരു സൗകര്യത്തിലേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ. ഇത്തവണ നിങ്ങൾ സ്കൾപ്റ്റിങ്ങിലെ ഡിഫറൻസ് കണ്ടോ, ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് ഡീറ്റെയിലിംഗ് എല്ലാം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ കൂടുതലും ടൂൾസാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനിവിടെ ടൂൾസ് ഒരു 1-2 സ്ഥലത്തേ ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഈ ബ്ലെൻഡിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് ഇതുപോലെ 000 സൈസുള്ള ബ്രഷ് വെച്ചിട്ടാണ്. ഇത് കുഞ്ഞ് ഫേസ് ആയതുകൊണ്ടാണ് 000. വലിയ ഫേസാണ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ വലിയ ബ്രഷ് വെച്ചിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിലും ലെയറിങ് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ഉണക്കാൻ വെച്ചിരിക്കുന്ന ആ ഒരു ബോഡിയിൽ നമുക്ക് വീണ്ടും ഡീറ്റെയിലിംഗ് കൊടുക്കണമെങ്കിൽ തുടങ്ങിയതിന് ശേഷം വീണ്ടും ക്ലേ വെച്ച് ഡീറ്റെയിലിംഗ് കൊടുത്താൽ മതി. ഫേസിൻ്റെ ഫ്രണ്ടിലത്തെ വശം ഇതുപോലെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് പുറകിലും ഇതുപോലെ കുറച്ച് ക്ലേ വെച്ചിട്ട് ആ ഒരു ഹെഡിൻ്റെ ഷേപ്പ് ഉണ്ടാക്കി വെക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ബോഡി ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബോഡിയിൽ നമ്മൾ ബാക്കി ഡീറ്റെയിലിംഗ് എല്ലാം കൊടുക്കാൻ പോവാണ്. ചെസ്റ്റിൻ്റെ അവിടേക്ക് കുറച്ച് ക്ലേ വെച്ചിട്ട് അവിടുത്തെ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും എല്ലാം കൊടുക്കാം. ഇതുപോലെ കൈ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്താൽ മതിയാവും. കൂടുതൽ ടൂൾസിൻ്റെ ഒന്നും ആവശ്യമില്ല. ടൂൾസ് നിങ്ങൾക്ക് എന്തെങ്കിലും പരിചയപ്പെടുത്താൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ പറയണേ. എന്നോട് 1-2 പേര് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ചും കൂടെ പേർക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മടിച്ചിരിക്കണം. എൻ്റെ കയ്യിൽ പഴയ ടൂൾസേ ഉള്ളൂ, പുതിയതൊന്നുമില്ല. പഴയത് തന്നെ എനിക്ക് അറിയുന്ന പോലെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആർക്കെങ്കിലും ടൂൾസിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിലിംഗ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയൂ കേട്ടോ, നമുക്കങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ നമ്മൾ കയ്യിൻ്റെ ആ ഒരു പകുതി ഭാഗം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. എൽബോ വരെയുള്ള ഭാഗം നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ബാക്കി ഭാഗവും കൂടെ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കയ്യിൽ, ഒരു കയ്യിൽ വെണ്ണയും ഒരു കയ്യിൽ ഓടക്കുഴലും വയ്ക്കാനുള്ള പോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം ആ ഒരു കൈപ്പത്തിയുടെ ഭാഗമൊക്കെ. എന്നിട്ട് കൈ ഇങ്ങനെ വിടർത്തി വെച്ചിട്ട് ബാക്കി ഡീറ്റെയിലിംഗ് ഒക്കെ ഇതുപോലെ ടൂൾ വെച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ ബ്രഷ് തന്നെ മതിയാവും. പക്ഷേ അപ്പോഴത്തേക്കും ക്ലേ കുറച്ചൊന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ടൂൾ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തു. പിന്നെ നമുക്ക് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യേണ്ട മെത്തേഡ് ഉണ്ട്. അതുപോലെ വേണമെങ്കിൽ കൈ വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള സ്കൾപ്ചേഴ്സോ ഡോൾസൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിലൊക്കെ കുറേ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. കയ്യിൽ ഇപ്പോൾ ഫിംഗേഴ്സ് കട്ട് ചെയ്യുന്നത്, ബ്ലെൻഡ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ മനസ്സിലാവും. പിന്നെ ഇത് ഒറ്റ കളറാണ്. നമ്മൾ കോൾ പോസ്റ്റലിനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓരോന്നിനും ഓരോ കളർ മിക്സ് ചെയ്തിട്ടല്ലേ ചെയ്യുക. അപ്പോൾ അതിൽ കുറച്ചും കൂടെ മനസ്സിലാവും. ഇതിലിപ്പോൾ ഒറ്റ കളറിൽ നമ്മൾ പിന്നെയാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കൈ ഇതുപോലെ ഫിംഗേഴ്സ് എല്ലാം കട്ട് ചെയ്ത് കൊടുത്തിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഫിംഗേഴ്സ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് വിലയൊന്നും പ്രയോഗിക്കരുത് കേട്ടോ പേപ്പർ ക്ലേയിൽ. കാരണം അത് ഉണങ്ങി കഴിയുമ്പോഴാണ് അതിൻ്റെ ബലം ഉണ്ടാവുക. അത് നനഞ്ഞിരിക്കുമ്പോൾ അത്രയും ബലം ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും ആക്കിയിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഉണക്കാൻ വയ്ക്കാം. അപ്പോൾ ഉണക്കിയെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ ഇതവിടെ ഫേസ് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ ഫേസ് നമ്മുടെ ബോഡിയിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടിയും വലുതായതുപോലെ തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ ഒരു ഫേസ് ഉണ്ടാക്കിയിരുന്നു. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കാണിച്ച ഫേസ് ഒന്നുകൂടെ സ്കൾപ്റ്റ് ചെയ്ത് കാണിച്ചത്. ഓൾറെഡി ഞാനൊരു ഫേസ് അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫേസ് തന്നെ വെച്ച് കൊടുക്കാം. രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ കുറച്ചുകൂടെ വലുതായിപ്പോയി ഇതിൽ കാണിച്ച ഫേസ്. അപ്പോൾ അതിന് നമുക്ക് വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കാം. ഇനി ആ ഒരു ഫേസ്, ആദ്യം ഉണ്ടാക്കിയ ഫേസ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഹെയറും കൂടെ വെച്ച് കൊടുക്കാം. ഹെയറും വെച്ച് കൊടുക്കാൻ നല്ല ഈസിയാണ്. പിന്നെ പേപ്പർ ക്ലേ ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എത്ര ലെയർ വെച്ചാലും പെട്ടെന്ന് തന്നെ ഉണങ്ങുകയും ചെയ്യും. നന്നായിട്ട് അതിൻ്റെ കൂടെ ഒട്ടിയിരുന്നോളൂ കേട്ടോ. അതിങ്ങനെ പറഞ്ഞു പോരുമൊന്നുമില്ല. കാരണം പേപ്പറല്ലേ. പേപ്പർ നിങ്ങൾക്കറിയാമല്ലോ, നനഞ്ഞു കഴിഞ്ഞാലൊക്കെ അത്
കൂടുതൽ നമ്മൾ ഒന്ന് ഉരുട്ടിയെടുത്താൽ തന്നെ നല്ല ബലമായിട്ടിരിക്കും. അപ്പോൾ പേപ്പറിൻ്റെ പാർട്ടിക്കിൾ നനഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും അത് തമ്മിൽ കൂടി ചേർന്നിരിക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് തിക്കായിരിക്കും. സോ അതുപോലെ തന്നെ അതേ ഒരു പ്രോപ്പർട്ടി തന്നെയാണ് പേപ്പർ ക്ലേക്ക് ഉണ്ടാവുക. പേപ്പർ ക്ലേയിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ പേപ്പർ ആയതുകൊണ്ട് തന്നെ അതിൽ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് സ്കൾപ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ഉണങ്ങിക്കഴിയുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു കുടുമ കെട്ടിയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് മയിൽപ്പീലി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓടക്കുഴലിന് വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് മാതിരിയും ഉണ്ടാക്കിയിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങിക്കഴിയുമ്പോൾ നമ്മളൊരു കോട്ട് സിമെൻറ്റ് പ്രൈമറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സിമെൻറ്റ് പ്രൈമറിൻ്റെ ആവശ്യമൊന്നുമില്ല. എൻ്റെ കയ്യിൽ വൈറ്റ് അക്രിലിക് പെയിൻറ്റ് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ എപ്പോഴും സിമെൻറ്റ് പ്രൈമർ ഒരു 2 കോട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ പെയിൻറ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതുപോലെ പെയിൻറ്റൊക്കെ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പരിപാടി ബ്ലൂ കളർ പെയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനും എപ്പോഴത്തെയും പോലെ ബ്ലൂ അല്ലെങ്കിൽ ബ്ലൂയിഷ് ഗ്രേ ഇതൊക്കെ കൊടുക്കുന്നു. ആക്ച്വലി കൃഷ്ണൻ്റെ കളറ് ബ്ലൂ ആണോ, കാർമേഘവർണ്ണ എന്ന് പറയുന്ന ബ്ലൂയിഷ് ഗ്രേ ആണോ, അല്ലെങ്കിൽ ബ്ലാക്ക് ആണോ, അല്ലെങ്കിൽ ഡാർക്ക് സ്കിൻഡ് ആണോ? ചിലർ പറയണു ബ്ലാക്ക് ആണ്, ചിലർ പറയണു നമ്മൾ ഹിന്ദി സീരിയലിലൊക്കെ കാണുന്ന പോലെ വെളുത്തിട്ടാണ്, ചിലർ പറയണു നല്ല ബ്ലൂ ആണ്, നല്ല ആകാശനീല കളറാണ്, ചിലർ പറയണു കാർമേഘവർണ്ണനാണ്. ഈ കാർമേഘത്തിൻ്റെ കളർ, അതായത് ബ്ലൂയിഷ് ഗ്രേ, അതും ഇതുപോലെ ബ്ലൂവും ഒക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ട്രൈ ചെയ്തിട്ടില്ലാത്തത് ഡാർക്ക് സ്കിൻ ടോണും അതുപോലെ തന്നെ ബ്ലാക്കും ആണ്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം, എന്തുകൊണ്ട് നമുക്ക് ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ള ബേബി കൃഷ്ണനെ ഉണ്ടാക്കിക്കൂടാ? എല്ലാ തവണയും നമ്മൾ എല്ലാവരും പറയുന്നത് പോലെ ബ്ലൂ അല്ലേ ചെയ്യുന്നത്. അത് തെറ്റാണെന്നല്ല, നമ്മൾ പണ്ടോട്ടേ ചിത്രങ്ങളിലും ശില്പങ്ങളിലും ഒക്കെ കണ്ടുവരുന്നതാണ്. അത് തെറ്റാണെന്നല്ല കേട്ടോ പറയണേ, എനിക്കറിയില്ല. ഞാനിത് പെയിൻറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ സപ്താഹം നടക്കുകയായിരുന്നു. അപ്പം അതിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന അങ്കിള് പറഞ്ഞു ശ്യാമവർണ്ണൻ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ബ്ലൂ വേണ്ട, എനിക്ക് ശരിക്കും എന്തുകൊണ്ട് ഡാർക്ക് സ്കിൻ ട്രൈ ചെയ്തുകൂടാ എന്നുള്ളൊരു പെട്ടെന്നൊരു ഇൻറ്റ്യൂഷൻ തോന്നിയതാണ്. സോ ഞാനത് ചേഞ്ച് ചെയ്തു. ഈ ഒരു ഡിസിഷൻ തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കതിൽ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ. അപ്പം ഞാൻ ഏകദേശം നമ്മൾ ആർട്ടിലൂടെ സെൽഫ് എക്സ്പ്രഷൻ എന്നൊക്കെയാണ് പറയുക. സോ അതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് അത് ചേഞ്ച് ചെയ്യണം തോന്നിയതിൽ ഐ എം വെരി ഹാപ്പി. കാരണം ബ്ലൂ ആയിട്ട് ചെയ്യുമ്പോൾ എല്ലാ തവണയും ഞാൻ ബ്ലൂ അല്ലേ ട്രൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ കേട്ടതുപോലെ ശ്യാമവർണ്ണൻ ആ ഒരു കാര്യം കൂടെ എനിക്ക് ഒരു നാച്ചുറൽ സ്കിൻ ടോൺ ആയിരുന്നു കൃഷ്ണൻ എന്നുണ്ടെങ്കിൽ അതും കൂടെ എനിക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. സോ അതുകൊണ്ട് ഞാൻ ഇത് പ്രിഫർ ചെയ്തു. നേരെ ബ്ലൂ എല്ലാം മാറ്റി എൻ്റെ പുറത്തേക്ക് നമ്മൾ ഡാർക്ക് സ്കിൻ ടോൺ ആക്കിയിട്ട് മാറ്റിയെടുത്തു. ഇപ്പോൾ സ്കിൻ ടോൺ മിക്സിംഗ് ഒക്കെ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തുകൊണ്ട് എല്ലാ പ്രാവശ്യവും ഞാനത് പറയുന്നില്ല. ഇതിലിപ്പോൾ നമുക്ക് ബ്ലൂ കളറ് കണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നീലക്കണ്ണനായി. സോ നീല കളർ കൊടുത്തപ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ നമ്മൾ ബാക്കി ഫേസിൽ വേണ്ട ഹൈലൈറ്റ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മേക്കപ്പ് ചെയ്യണ പോലെ തന്നെയാണ് ഫേസ് പെയിൻറ്റിങ് എന്ന് പറയുന്നത്. ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ കുറേ സമയം എടുക്കും, പിന്നെ ഒത്തിരി കണ്ണൊക്കെ വേദന എടുക്കും കേട്ടോ, ഇത് ഇത്രയും ചെറിയ ഫേസൊക്കെ ആയതുകൊണ്ട്. ഇനി പിന്നെ നമ്മൾ കണ്ണിലുള്ള ഒരു ഹൈലൈറ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഫേസ് എല്ലാം പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ കയ്യിലൊക്കെ നമ്മളിതുപോലെ റെഡ് കളറിൽ വെച്ചിട്ട് ഇതുപോലെ വരച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്, കുറുതൊട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓർണമെൻറ്റ്സ് ആണ് ഉണ്ടാക്കേണ്ടത്. അൺഫോർച്ചുനേറ്റ്ലി ഏറ്റവും വലിയ ഒരു പ്രശ്നം എനിക്ക് പറ്റിയത്, ഞാനിത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫോൺ ഓഫായിപ്പോയി. അങ്ങനെ ഓർണമെൻറ്റ്സ് ഇതിൽ അപ്ലൈ ചെയ്യുന്ന ഒരു സ്കൾപ്ചറിലേക്ക് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്തത് പോയി. പിന്നെ എല്ലാം കൂടെ പറിച്ചിട്ട് പിന്നെയും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. പക്ഷേ ഇതിനു മുമ്പ് നമ്മൾ ഗണപതി ഐഡോളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സ്റ്റോൺസ് എല്ലാം വെച്ചിട്ട് ഓർണമെൻറ്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്, ഒത്തിരി ഡോൾസിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഓർണമെൻറ്റ്സ് എല്ലാം ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എക്സ്ട്രാ ഒരു ഇരിപ്പിടമോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് പിന്നെ വേണമെങ്കിൽ ചെയ്യാമല്ലോ. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ നിർത്തിയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഈ ഒരു സ്കൾപ്ചർ മാത്രമേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു കുട്ടി കൃഷ്ണൻ്റെ ഐഡോളും അല്ലെങ്കിൽ സ്കൾപ്ചർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. Cheers!